ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നിൽക്കുന്ന വലിയ പനയുണ്ട്. ആ പനയുടെ കുലകൾ വെട്ടിക്കൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. ഈ കുലകൾ എന്തിനാണ് വെട്ടിക്കൊണ്ട് പോകുന്നത്? പലർക്കും പല ചിന്തകളാണ്. എന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോ, മരുന്നിൻ്റെ ഉപയോഗങ്ങളുണ്ടോ? പക്ഷെ ഞാൻ ഇന്നിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ, പുല്ലൂരോട്ട് യാത്ര ചെയ്യുമ്പോൾ ചെമ്മന്തൂർ വെച്ച് കണ്ടൊരു കാഴ്ചയാണ് ഈ ഒരു പനങ്കുല വെട്ടി കെട്ടി വെച്ചിരിക്കുന്നത്. എന്താണ്ട് 2-3 കെട്ടായിട്ട് കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് മൊട്ടുകളുണ്ട്, കാകളുണ്ട്, ഈ കായ ഇല്ലാത്തതുമുണ്ട്. അങ്ങനെ 3 ഐറ്റമായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. പനയോലയുണ്ട്. ഇത് ആനയ്ക്ക് കൊടുക്കുന്ന പനയോലയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെന്താണ് ഉപയോഗം എന്നുള്ളത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു ചേട്ടനുണ്ട്, ചേട്ടനോട് നമുക്ക് ചോദിക്കാം. അത് ചേട്ടൻ പറഞ്ഞു തരും എന്ത് ഉപയോഗം എന്നുള്ളത്. എല്ലാവർക്കും സംശയം ഇതെന്താണ്, എന്തെങ്കിലും വലിയ നിധി വല്ലോ ആണോ, കാശ് കിട്ടുന്ന സംഭവം ആണോ? ചേട്ടാ, നമ്മൾ ഈ പനകുലയൊക്കെ എന്തിനാ ചേട്ടാ ഉപയോഗിക്കുന്നത്? ഇത് വന്ന് അമ്പലത്തില് അമ്പലത്തില് വാതൊക്കെ വിടാനാ. വാതൊക്കെ വിടാനാ. ഓ, അതിന് വേണ്ടിയാ ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ ഒന്നും കൊള്ളത്തില്ല. വേറെ ഒന്നും കൊള്ളത്തില്ല. അല്ലാതെ വേറെ മരുന്നായിട്ട് അത് കൊള്ളത്തില്ല. ഇത് ഭയങ്കര ഊറലെടുക്കും. ഭയങ്കര പാടാ. പനയിലൊക്കെ കയറാൻ ഭയങ്കര പാടാ. ഇത് ഇപ്പൊ ഉത്സവത്തേക്ക് സമയം ചോദിക്കുമ്പോൾ വരും, പിന്നെ വരത്തില്ല. ഊര് ചെങ്കോട്ട. വേറെ ജോലി, വേറെ കൃഷിയുണ്ട്. കൃഷി താൻ പോകും. മറ്റേ ഞാൻ പേര് മാരിയപ്പൻ. എങ്ങനെ കയറും? അത് വള്ളി വിട്ട് താൻ കയറും. വള്ളി വിട്ട് താൻ കയറും. കാലിലെ വള്ളി വെട്ടിക്കരുത്. തളപ്പൊട്ട് താൻ കയറും, എടുക്കും. പ്രയോജനം ഉണ്ടല്ലോ. നമുക്ക് എവിടെ കൊണ്ടുപോയി കൊടുത്തെങ്കിൽ പണിക്കാശ് കിട്ടും. അവിടെ കൊണ്ടുപോയി നമുക്ക് 1000 രൂപ പണിക്കാശ് കിട്ടും. അതെ. ഇപ്പൊ 3 മരത്തിൽ കയറി. 3 മരത്തിൽ അത് തോല വെട്ടാനൊക്കെ 1 മരത്തിൽ. വെട്ടുന്നതൊക്കെ അത് ചിലപ്പോ മേടിക്കും, ചിലപ്പോ മേടിക്കത്തില്ല. അത് കൊണ്ടുപോ വെറുതെ കളയും. പൂരം ഉണങ്ങി പോയി താഴെ പോവും. കൊണ്ടുപോകണം പറയും. വേറെ ഒന്നും ഉത്സവത്തിന് മാത്രമേ വെളിയുള്ളൂ. ഉത്സവം അതുകൊണ്ടാണ് കൊണ്ടുപോകും. അപ്പൊ മത്തനേരം കൃഷിയുണ്ട്, കൃഷിക്ക് പോകും പണിക്ക്. ഇതാണ് ഈ പനങ്കുലകളുടെ പ്രത്യേകത. ഇതിപ്പോ പൂവല്ലേ? ഇത് കായ്. ഇത് ദേഹത്ത് കൊണ്ട് കഴിഞ്ഞാൽ ചൊരി ഭയങ്കര ചൊരിയായിരിക്കും. ചൊരിയും. ഈ പൂ മാറിയിട്ട് കായാവും. അത് ഭയങ്കര ചൊരിയാകും. ഇതാണ് ഈ പൂ കൊണ്ടു കഴിഞ്ഞാൽ അന്നേരം ചൊരി. ചൊരി കൊണ്ടുപോകും. പുറത്ത് വിളുന്നാലേ ചൊരി കൊള്ളും. അപ്പൊ ഇതാണ് ഈ പനങ്കുലയുടെ ഒരു പ്രത്യേകത. വേറെ ഉപയോഗങ്ങളൊന്നുമില്ല. വേറെ ഒന്നും ഉപയോഗത്തില്ല. ഇതാണ് അതിന്റെ തണ്ടില്ലേ? ഓ, ഭയങ്കര തണ്ടാന്നല്ലേ. നല്ലോണം വെട്ടി എടുക്കണ്ടേ? ഇത് വെയിറ്റ് അല്ലേ? ഭയങ്കര വെയിറ്റ് അല്ലേ? ഈ വെയിറ്റ് ഇത് വെട്ടി അങ്ങ് ഇടുവാന്നോ അതോ വെട്ടി അങ്ങ് താഴെ ഇടുവാ? കെട്ടി ഇറക്കുവാന്നോ? താഴെ വരും. ഒറ്റയ്ക്കേ ഉള്ളോ ഈ ജോലിക്ക്? ആള് വരുന്നില്ല. ഒറ്റയ്ക്കുള്ള ജോലിയാ. നല്ല ഹൈറ്റ് ഉള്ള പനയല്ലേ?